ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ഋതിക പ്രതാപനോട് പറയാ, എന്റെ അച്ഛൻ ഒരു വഴി പറഞ്ഞു തരാൻ ഞാൻ മാത്രമേ ഉള്ളൂ. പ്രതാപൻ ദേഷ്യത്തോടെ പറയുക, ഋതികെ നീ എന്റെ മുന്നിൽ നിന്ന് ധിക്കാരം പറയുന്നു. ഋതിക നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുക. ഋതിക പറയുക, അച്ഛൻ എത്ര ഒച്ച വെച്ചാലും എന്നെ തല്ലിയാലും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടേ പോകൂ. അല്ലെങ്കിലേ എന്റെ അച്ഛനോട് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു മകളായിട്ട് ഞാനങ്ങ് മാറും. അച്ഛനോട് സംസാരിക്കാനുള്ളത് എന്റെ അവകാശമാണ്, ഒരു മകളുടെ അവകാശം. എന്റെ ആ അവകാശം അച്ഛൻ നിഷേധിക്കാൻ പാടില്ല. എന്റെ വാക്കുകൾ എന്റെ അച്ഛൻ തട്ടിക്കളയരുത്. ഇത്ര കൊല്ലമായി ഈ നാടിന് വേണ്ടി സേവനം ചെയ്യുന്ന ഒരാളാണ് എന്റെ അച്ഛൻ. സ്വന്തം താല്പര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു അഴിമതി എന്റെ അച്ഛൻ ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്ന് എനിക്ക് അറിയാച്ച. എന്റെ അച്ഛനെ മുഴുവനായിട്ടും ഈ മകൾക്ക് മാത്രമേ അറിയാവൂ. പ്രതാപവർമ്മയെന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് നടപ്പിലാക്കിയ ജലസേവന പദ്ധതികൾ, റോഡുകൾ, പാലങ്ങൾ, വീടില്ലാത്തവർക്ക് വീടുകൾ, അങ്ങനെ പല കാറ്റഗറികളിൽപ്പെട്ട ക്ഷേമ പെൻഷനുകൾ, ചികിത്സാ സഹായങ്ങൾ, വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ, ഇത്രയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവ് ഈ നാട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? സ്വന്തം പാർട്ടിക്ക് ഇത്രയും സൽപ്പേര് നേടിക്കൊടുത്ത വേറൊരു പൊളിറ്റിക്കൽ ലീഡർ ഈ സംസ്ഥാനത്തുണ്ടോ? പിന്നെ എന്തിനാച്ചാ ഒരു നായ കുറച്ചതുപോലെ അനന്തംപിള്ള കുറച്ചെന്ന് കരുതി മാറി നിൽക്കണം? നിരാശ ഒരു രാഷ്ട്രീയ നല്ല നേതാവിന്റെ ലക്ഷണം അല്ലച്ചാ. ഋതിയുടെ ഈ വാക്കുകൾ കേട്ട് പ്രതാപന് സങ്കടം വരുന്നുണ്ട്. മോളേന്ന് വിളിക്കുന്നുണ്ട് പ്രതാപൻ. ജനങ്ങൾ എന്റെ അച്ഛനെ രാഷ്ട്രീയ നേതാവായിട്ട് കണ്ടെടുത്തത് ജയിക്കാൻ മാത്രമല്ല, നിൽക്കാന്, വീണാലും വീണ്ടും എഴുന്നേൽക്കാന്. രാഷ്ട്രീയം കേവലം ഒരു കസേര മാത്രമല്ലച്ചാ, അത് ജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം വഹിക്കാൻ ധൈര്യമില്ലെങ്കിൽ അതിന് അർഹതയുമില്ല. എന്റെ അച്ഛൻ ഒറ്റയ്ക്കല്ല, അച്ഛനോടൊപ്പം 10,000 വിശ്വാസത്തോടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ തിരയടിക്കുന്ന ഒരു കടല, അതറിയാവോ എന്റെ അച്ഛന്? അവരുടെയൊക്കെ പ്രതീക്ഷകളുടെ മുന്നിൽ അച്ഛന്റെ നിരാശയ്ക്ക് വിലയില്ലച്ചാ. പോരാടണം, നിലപാടുകളോടെ നിലകൊള്ളണം, മരണം വരെ. കാരണം ഒരു നല്ല രാഷ്ട്രീയ നേതാവ് തോൽക്കുന്നത് തെരഞ്ഞെടുപ്പിലല്ല, പതറി വഴിമാറി നിൽക്കുന്നതില. ഇത്രയും പറഞ്ഞിട്ട് ഋതിക പെട്ടെന്ന് അവിടെ ഭഗവത്ഗീത എടുത്തിട്ട് പ്രതാപനോട് പറയുക, ഭഗവത്ഗീത വായിച്ചു പഠിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. പക്ഷെ ഈ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞിരിക്കുന്നത് പല കാര്യങ്ങളും ഞാൻ നെറ്റിൽ നിന്നും എടുത്ത് പഠിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ എന്റെ അച്ഛൻ ഈ ഭഗവത്ഗീത വായിക്കണം എന്നും പറഞ്ഞ് ഋതിക ഭഗവത്ഗീത പ്രതാപന്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. എന്റെ അച്ഛൻ തോൽക്കാൻ ഈ മകള് സമ്മതിക്കില്ല. കുരുക്ഷേത്രത്തിലെ അർജുനനെ പോലെ എന്റെ അച്ഛൻ തിരിച്ചു വരണം. സങ്കടത്തോടെ ഋതിക പ്രതാപനോട് ചോദിക്കുക, വരുവോ അച്ഛ? പ്രതാപൻ നിറഞ്ഞ മനസ്സോടെ, നിറഞ്ഞ പുഞ്ചിരിയോടെ ഋതികയെ അങ്ങ് ചേർത്ത് പിടിക്കുവാണ്. തീർച്ചയായിട്ടും മോളെ, എന്റെ മോളുടെ വാക്കുകൾ അച്ഛന് മനസ്സിലായി. എന്റെ മോളുടെ ആഗ്രഹം പോലെ അച്ഛൻ തിരിച്ചു വന്നിരിക്കും. അങ്ങനെ ഹോളിൽ പ്രതാപനും സദാശിവൻ സാറ്, MLA മാരും ശേഖരനും രാജുവും അംബികയും ദീപക്കും എല്ലാവരും ഇരിക്കുവാണ്. സദാശിവൻ സാറ് പറയാ, എന്നാൽ ഇന്നു മുതൽ എല്ലാവരും സജീവമാകണം. പ്രതാപൻ പറയുന്നു, അങ്ങനെയല്ല, ഇന്നു മുതലല്ല, ഈ നിമിഷം മുതൽ നമ്മൾ എല്ലാവരും സജീവമാകണം. ഇറകൊടിഞ്ഞിട്ടും ചിതയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഫിനിക്സ് പക്ഷിയെ പോലെ ആയിരിക്കണം നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ്. പാർട്ടി ഓഫീസുകൾ തുറക്കണ്ടേ? വേണം. എല്ലാ ജില്ലകളിലെയും എല്ലാ പാർട്ടി ഓഫീസുകളും ഉടൻ തന്നെ തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യണം. ഞാൻ മെസ്സേജ് പാസ് ചെയ്ത് സംസ്ഥാനത്തെ എല്ലാ ഓഫീസുകളും തുറക്കാനുള്ള മെസ്സേജുകളും ചെയ്തു കഴിഞ്ഞു സദാശിവൻ സാറ് പറയുക. അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ ദൗത്യമായി ഓരോ വഴിക്ക്. രാജുവിനും ഋതികയ്ക്കും സന്തോഷം കൊണ്ട് വയ്യ. പ്രതാപൻ വളരെ സന്തോഷത്തോടാണ് എല്ലാം പറയുന്നത്. നാളെ തന്നെ നമുക്ക് സംസ്ഥാന കമ്മിറ്റി കൂടണം, പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കണം. അപ്പോഴെല്ലാം ഓക്കെ വർമ്മേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. സദാശിവൻ സാർ വീണ്ടും മോളെ എന്ന് ഋതിയെ വിളിക്കുക. ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. അങ്ങനെ വർമ്മയും വിളിച്ചുകൊണ്ട് സദാശിവൻ സാർ പുറത്തോട്ട് പോകുകയാണ്. ഏകരം സന്തോഷത്തോടെ പറയാം, അവസരം അനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കണം. അതാണ് കഴിവുള്ള മനുഷ്യരുടെ ലക്ഷണം. എന്റെ ഋതുമോളെ, നിന്നെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. മോടെ ചെറിയച്ഛൻ ഒരുപാട് സന്തോഷമായി കേട്ടോ. പ്രതാപൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താ രാജുവിനും ശേഖരനും സന്തോഷമായില്ലേ? സന്തോഷമെന്നാ, വളരെ സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ തന്നെ പറയുവാണ്. എന്തെങ്കിലും പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി അംബിക പറയാ, പ്രതാപൻ ഇപ്പോൾ എടുത്ത തീരുമാനം വളരെ നല്ലതാ. ഞാൻ പ്രാർത്ഥിക്കുവായിരുന്നു പ്രതാപൻ സജീവ രാഷ്ട്രീയത്തിലോട്ട് തിരിച്ചു വരാൻ. ദേഷ്യത്തോടെ രാജുവും ഋതികയും ശേഖരനും ഇങ്ങനെ പരസ്പരം നോക്കുക. അംബികയുടെ വാക്ക് കേട്ടിട്ട് പ്രതാപൻ പറയുക, ഞാൻ സജീവ രാഷ്ട്രീയത്തോട് തിരിച്ചു വരാൻ എന്റെ മോളുടെ ഗീതോപദേശവ. ആയുധമെടുക്കാൻ മനസ്സില്ലാതെ ഞാൻ മനസ്സിന്റെ കുരുക്ഷേത്രത്തിൽ തളർന്നിരുന്നപ്പോൾ എന്റെ മോൾ എനിക്ക് ഗീതോപദേശം തന്നു. ഭഗവത്ഗീതയിലെ മുഖ്യമായ ഒരു വാക്യം
പ്രതാപൻ അങ്ങനെ അവരുടെ മുന്നിൽ പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം കൊടുത്തതുപോലെ എനിക്കും തോന്നുന്നു. പക്ഷേ കുരുക്ഷേത്ര യുദ്ധത്തിൽ അവർക്ക് അവരുടേതായ ഓരോ ശരികൾ ഉണ്ടായിരുന്നു, അതിലെ ശകുനിക്ക് വരെ. പക്ഷെ ഇവിടാണെങ്കിലോ അനന്തംപിള്ളയ്ക്ക് ഒരു ശരിയുമില്ല. അവനൊരു ഇന്റർനാഷണൽ ഫ്രോഡാണ്. അംബിക വീണ്ടും നടിക്കാൻ തുടങ്ങി. പ്രസ്ഥാനം നമുക്ക് കരുത്തുള്ളതാക്കണം. പഴയതിനേക്കാൾ ഇരട്ടി ശക്തിയോടെ നമുക്ക് തിരിച്ചു വരണം. ഇനി നമ്മുടെ കുടുംബത്തിൽ പ്രതാപൻ മാത്രം പോരാ, മന്ത്രി MLA ഒക്കെ ആയിട്ട് ജയിക്കുന്ന 2 മണ്ഡലങ്ങളിലേക്ക് ഒന്നിലെ ശേഖരനെയും ഒന്നിനെ ദീപകിനെയും നിർത്തണം. അവരും കൂടി ജയിച്ച് MLA മന്ത്രിയൊക്കെ ആകട്ടെ. അത് കേട്ടിട്ട് പ്രതാപന് വരെ ദേഷ്യം വരുന്നുണ്ട്. പ്രതാപൻ പറയാം, ആദ്യം ഈ പാർട്ടി ഒന്ന് രക്ഷപ്പെടട്ടെ, എന്നിട്ട് സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടത്താം. അമ്പിയെ നോക്കി അത്രയും ദേഷ്യത്തോടെ പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങ് പോവുകയാണ്. ശേഖരൻ അമ്പിയോട് പറയാം, ദാണ്ട എനിക്ക് പാർട്ടിയും പാർലമെന്റിലും ഒന്നും ഒരു ആഗ്രഹവും ഇല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങളുടെ യാതൊരു സപ്പോർട്ടും വേണ്ട. ഋതികയ്ക്ക് അമ്പികയെ വെറുതെ വിടാൻ പ്ലാനില്ല. അതെന്താ അവരുടെ കാര്യം മാത്രം പറഞ്ഞത്? നിങ്ങൾക്ക് മത്സരിക്കാൻ പ്ലാനില്ലേ? രാജു കളിയാക്കിക്കൊണ്ട് പറയാ, ഋതു എന്തുവായി പറയുന്നത്? ഇവരിനി മത്സരിക്കില്ല. ഇവര് മത്സരിച്ചാൽ ഉറപ്പായിട്ടും തോക്കും. അത് മാത്രമാണോ, ഇവരുടെ നോമിനേഷൻ ഇലക്ഷൻ കമ്മിറ്റിക്കാർ തള്ളിക്കളയുകയും ചെയ്യും. അംബികയ്ക്കും മോനും ദേഷ്യം വന്നിട്ട് വയ്യ. രണ്ടുപേരും ഇങ്ങനെ അവരെ തുറിച്ചു നോക്കുക. എന്നിട്ട് മോനെ വിളിച്ചോണ്ട് വെളിയിൽ വന്നിട്ട് അംബിക പറയുക, മോനെ ദീപക്കേ, എന്തായാലും പ്രതാപൻ നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയല്ലേ, എനിക്ക് നിനക്ക് ഒരു സീറ്റ് തരാതിരിക്കൂ. അമ്മയെ വേണമെങ്കിൽ അയാൾ ഇലക്ഷനിൽ മത്സരിപ്പിച്ചേക്കാം, പക്ഷെ അയാൾ എനിക്കൊന്നും തരില്ല. എന്നോട് അയാൾക്ക് വലിയ പുന്നാരമാണല്ലോ. എടാ ദീപക്ക, നീ ഒന്ന് അടങ്ങ്, നമുക്ക് എന്തായാലും നോക്കാം. ആ മണുകുണാഞ്ചൻ ദീപക്ക് പറയുക, എന്തായാലും അനന്തനുമായിട്ടുള്ള ബന്ധം വിടുന്നില്ല എന്നും പറഞ്ഞ് ഞാൻ ഫോൺ എടുക്കുന്നുണ്ട്. അനന്തംപിള്ളയെ വിളിക്കും. തേനൊലിപ്പിക്കുന്ന സ്വരത്തിൽ അനന്തംപിള്ള, മോനെ ദീപക്കെ. ദീപക്ക് പറയാ, വിവരം വല്ലതും അറിഞ്ഞോ? ഇല്ല. എന്ത് വിവരം? എന്നിട്ട് അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവനങ്ങോട്ട് പറഞ്ഞു കൊടുക്കുവാണ്. ഇതൊക്കെ കേട്ട് അനന്തംപിള്ള പ്രാന്ത് പിടിച്ച പോലെ വാ ഡാമിറ്റ് എന്ന് പറഞ്ഞ കസേരന്ന് ചാടി എണീക്കുക. ആ നന്ദി കെട്ടവൻ വീണ്ടും സ്വന്തം അമ്മാവനെ ഒറ്റ കൊടുക്കുവാണ്. അപ്പോൾ പൊടിയാടി ഓടി വരുന്നുണ്ട് അനന്തംപിള്ളയുടെ അടുത്തോട്ട്. സാറേ, ഞാനൊരു ന്യൂസ് കേട്ട്. എന്താടാ, നിന്റെ വീട് കടലെടുത്തോ? അയ്യോ അതൊന്നും അല്ല സാറേ, അതിനേക്കാളും ഭയങ്കരമായ ഒരു ന്യൂസാ. പ്രതാപവർമ്മയും ബാക്കിയുള്ള നേതാക്കളും ചേർന്ന് ആ പഴയ പാർട്ടിയെ സജീവമാക്കാൻ പോകുന്നെന്ന്. എന്റെ സാറേ, ഇത് കേട്ടിട്ട് സാറിന് എന്താ ഒരു കുലുക്കവും ഇല്ലാത്തത്? എടോ പൊടിയാടി, ഈ ലോകത്ത് എന്ത് നടന്നാലും ഒരു സെക്കൻഡിനുള്ളിൽ ഈ അനന്തംപിള്ള അറിഞ്ഞിരിക്കും. അപ്പൊ സാർ അറിഞ്ഞല്ലേ? അവൻ ഇനി എവിടെ മത്സരിച്ചാലും അവൻ ജയിക്കാൻ പോകുന്നില്ല സാറേ. അതിന് വോട്ട് ചെയ്യുന്നത് ജനങ്ങളല്ലേ. അവരുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നാലേ ജനങ്ങളുടെ പൾസ് ഈ അനന്തംപിള്ളയ്ക്ക് അറിയാവടോ. ഞാൻ പറയുന്നു, അവനെ ജനം മടുത്തു. ഒരാള് പോലും ഈ പ്രതാപവർമ്മയ്ക്ക് ഇനി വോട്ട് ചെയ്യില്ല. വോട്ട് ചെയ്യരുതെന്നാ സാറേ എൻ്റെ ആഗ്രഹം. പക്ഷെ എനിക്ക് മറ്റൊരു ഡൗട്ടുണ്ട്. ആരാണല്ലോ വർമ്മയുടെ മുഖ്യ ശത്രു? സാറ് നിൽക്കുന്ന മണ്ഡലത്തിലെങ്ങാണോ ഇനി അയാൾ വന്നു മത്സരിക്കുവോ? അനന്തംപിള്ള പരിഹാസ ചിരിയോട് പറയാം, അവൻ എനിക്കെതിരെ മത്സരിക്കാൻ വരട്ടടോ. കെട്ടിവെച്ച കാശ് പോലും അവന് കിട്ടില്ല. നീ നോക്കിക്കോടാ പൊടിയാടി. അങ്ങനെ ഓവർ കോൺഫിഡൻസിൽ അങ്ങനെ പൊട്ടി ചിരിക്കുവാണ് അനന്തംപിള്ള. രാജുവും ഋതികയും ബെഡ്റൂമിൽ നിൽക്കുക. ഋതിക പറയുക, രാജു നമുക്ക് ആഘോഷിക്കണ്ടേ? കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്ന ഓരോ വിജയവും നമുക്ക് ആഘോഷിക്കണം. ഞാൻ അമ്മയെ വിളിച്ച് സന്തോഷ വാർത്തയൊന്ന് അറിയിക്കട്ടെ രാജു. ഋതിക അങ്ങനെ പത്മാവതിയിൽ പറയുക, അച്ഛൻ പാർട്ടി രൂപീകരണത്തിനും ഇലക്ഷന് നിൽക്കാനും ഒക്കെ സമ്മതിച്ചമ്മേ. അത് കേട്ട് പത്മാവതി വളരെ സന്തോഷത്തോടെ ദൈവത്തിന് നന്ദിയൊക്കെ പറയുന്നുണ്ട്. അച്ഛനേറ്റ മനസ്സിന്റെ മുറിവ് മാറ്റാൻ ഇത് ഒറ്റ മാർഗം ഇതേ ഉള്ളു മോളെ. അച്ഛൻ ഇലക്ഷനിൽ മത്സരിക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെ ആവേശം അമ്മയൊന്ന് കാണേണ്ടതായിരുന്നു. ഇപ്പോഴും പുറത്ത് ആർപ്പുവിളികളാ. ഈ സമയം വളരെ സന്തോഷത്തോടെ പ്രതാപവർമ്മ പത്മയ്ക്ക് ഫോൺ ചെയ്യുവാണെന്ന് തോന്നുന്നു. മോളെ, എനിക്കൊരു കോള് വരുന്നുണ്ട്, ഞാനത് ആരാന്ന് നോക്കട്ടെ. ഹലോ പവിത്ര, തിരക്കിലല്ലല്ലോ? അല്ല സാർ, പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാനാ ഞാനിപ്പോൾ പവിത്രയെ വിളിച്ചത്. വരുന്ന നിയമസഭാ ഇലക്ഷനിൽ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നതിൽ പവിത്രയുടെ അഭിപ്രായം എന്താ? വളരെ നല്ലൊരു തീരുമാനമാണ് സാർ. സാറിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെ മെച്ചപ്പെട്ട സാഹചര്യത്തിൽ വീണ്ടും രാഷ്ട്രീയത്തിലോട്ട് എൻഗേജ്ഡ് ആകുന്നത് സാറിൻ്റെ മനസ്സിന് നല്ല ഉന്മേഷം നൽകും. പിന്നെ ആകെയുള്ളൊരു പ്രശ്നം, അത്രയും പറയുമ്പോൾ അയ്യോ എന്താ പ്രശ്നം? പ്രതാപൻ ചോദിക്കുക. ഒരുപാട് സ്ട്രെസ് എടുക്കരുത്, ടെൻഷൻ അടിക്കാനും പാടില്ല. അത് കുഴപ്പമില്ല, അതൊക്കെ എൻ്റെ മകളും മരുമകനും നോക്കിക്കോളും. പിന്നെ ചെറിയ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയം എനിക്കൊരു തലവേദന ഇതുവരെ ആയിട്ടില്ല. എല്ലാത്തിൽ നിന്നും ഒന്ന് അകന്ന് നിൽക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. മനസ്സിന് ഇഷ്ടമുള്ളതൊന്നും അങ്ങനെ നമ്മളെ വിട്ട് പോവില്ല സാർ. എത്ര അകന്നു പോയാലും മനസ്സിന് ഇഷ്ടമുള്ളതൊക്കെ തിരികെ വന്നുകൊണ്ടിരിക്കും. എനിവേ, തൻ്റെ വളരെ പോസിറ്റീവായ അഭിപ്രായത്തിന് ഒരുപാട് നന്ദി. അങ്ങനെ പറഞ്ഞവർ ഫോൺ കട്ട് ചെയ്യുവാണ്. രാധമ്മയുടെ വീട്ടിലാണ് തോന്നുന്നു അയൽക്കൂട്ട മീറ്റിംഗ് നടക്കുക. പ്രിയ ചോദിക്കുന്നു, അല്ല സെക്രട്ടറി ഇല്ലാതെ എങ്ങനെയാ മീറ്റിംഗ് തുടങ്ങുന്നത്? നീ ഇവിടെ വെച്ചായതുകൊണ്ട് ശ്രീലക്ഷ്മിയും രുക്മിണിയും വരാതിരിക്കുവോ? കൊച്ചമ്മണി പറയാം, ഓടിക്കളിച്ച് നടന്ന വീടല്ലേ,
ഈ വീടിനോട് സെക്രട്ടറിക്ക് വലിയ പുച്ഛമായിരിക്കും. നല്ല ഒന്നാന്തര അമ്മായിയമ്മയല്ലേ രുക്മിണി തങ്കച്ചി. പിന്നെ എന്തിനാ ശ്രീലക്ഷ്മിക്ക് അമ്മയും കൂടപ്പിറപ്പും ഒക്കെ? ഇങ്ങനെ നന്ദി സ്നേഹവും ഇല്ലാത്ത മക്കള് അങ്ങ് ഗൾഫിൽ തന്നെ ജീവിച്ചാ മതിയായിരുന്നു. രാധമ്മ ദേഷ്യത്തോട് പറയാം, ഇവിടെ അയൽക്കൂട്ടത്തിന്റെ മീറ്റിംഗ് ആണ് കൂടുന്നത്, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനുള്ള വേദിയല്ലിത്. പ്രസിഡന്റ് ദാണ്ട് ഇത്തരം കുറ്റം പറച്ചിലുകളൊന്നും മീറ്റിംഗിൽ പാടില്ലെന്ന് എല്ലാവരോടും പറയണം. അപ്പോഴതിലൊരു മെമ്പർ പറയാം, കുറ്റം പറഞ്ഞത് ഞങ്ങളാരും അല്ലല്ലോ, പ്രിയയുടെ അമ്മായിയമ്മയല്ലേ, അപ്പോഴവരോട് അടങ്ങിയിരിക്കാൻ നിങ്ങൾ തന്നെ അങ്ങ് പറയണം. പ്രിയ പറയാ, ഇവരൊരു മാപോയ കോടാലിയെ ഗൾഫിൽ പോയി വന്നതിന് ശേഷം ഇവരുടെ തലയിലെ കുറെ ആണികളൂടെ അങ്ങ് ഇളകി പോയിരിക്കുക. നിങ്ങൾ ആരും ഇവരെ മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി. കൊച്ചമ്മണിക്ക് ദേഷ്യം, ഇടി ആണി പോയത് നിന്റെ തന്റെ പ്രസിഡന്റ് മെമ്പറുടെ മോളെന്നല്ല, ആര് കളിയാക്കിയാലും ഇനി ആക്ഷൻ എടുക്കണം. എൻ്റെ അമ്മണിയമ്മേ, ഇനി എല്ലാ വീട്ടിലെ അമ്മായിയമ്മയും മരുമോളും ഒക്കെ ഇങ്ങനൊക്കെ തന്നെയാ. എന്നാലേ ഞാൻ അങ്ങനെയല്ല, ഞാനൊരു മാതൃകാ അമ്മായിയമ്മേ. ആ അത് ശരി, അതുകൊണ്ടായിരിക്കും അവരുടെ വീട്ടിൽ വന്ന് അവരുടെ ചെലവിൽ നിങ്ങളിങ്ങനെ ജീവിക്കുന്നത്. ആഹാ, ഞാൻ മരുമോളുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നതേ എൻ്റെ മോൻ ഇവിടെ ഉള്ളത് കൊണ്ടാ. അല്ല, ഇത് അയൽക്കൂട്ട കമ്മിറ്റിയാണോ അതോ പരദൂഷണ കമ്മിറ്റിയാണോ? ഇപ്പോഴങ്ങോട്ട് രുക്മിണിയും മരുമകൾ ശ്രീലക്ഷ്മിയും കൂടെ വളരെ സന്തോഷത്തിന് എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അത് കണ്ടിട്ട് കൊച്ചമ്മണി പറയാം, ദേണ്ട അങ്ങോട്ട് നോക്ക്, ഇതൊക്കെയാണ് അമ്മായിയമ്മയും മരുമോളും. ആ വരുന്ന വരവ് കണ്ടോ, ചക്കരയും അടയും പോലെ. എന്നിട്ട് കൊച്ചമ്മണി മനസ്സിൽ പറയാം, ഒന്നുകിൽ ആ അമ്മായിയമ്മ മരുമകൾക്ക് വിഷം കൊടുത്ത് കൊല്ലും, അതല്ലെങ്കിൽ മരുമകൾ ഉറക്കഗുളിക കൊടുത്ത് അമ്മായിയമ്മയെ കൊല്ലും. രണ്ടായാലും ഇത് അധിക നാളെ നിൽക്കില്ല. ശ്രീലക്ഷ്മി അങ്ങോട്ട് വന്നിട്ട് പറയും, ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. കൊച്ചമ്മണി പറയാം, ഞാൻ അറബിയിൽ ഒരു പാട്ട് പാടിയല്ലോ. പ്രിയ പറയാം, ദൈവത്തെ ഓർത്ത് വേണ്ടേ വേണ്ട, നിങ്ങൾ വേണമെങ്കിൽ മൗനമായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റ് മൗനമായിട്ട് പ്രാർത്ഥിക്കുവാണ്. ശ്രീലക്ഷ്മി പറയുന്ന അയൽക്കൂട്ടത്തിന്റെ വാർഷിക വരുമാനം കൂട്ടണം, അതാണ് ആദ്യത്തെ അജണ്ട. അതായത് ഒരു മെമ്പർ ആഴ്ചയിൽ 500 രൂപ വെച്ച് നിക്ഷേപം നടത്തണം. അതിനെന്താ, നല്ല കാര്യമാണല്ലോ, എല്ലാവർക്കും സാധിക്കാവുന്നതാണല്ലോ എന്നൊക്കെ മറ്റുള്ള മെമ്പേഴ്സ് പറയുന്നുണ്ട്. രാധമ്മയെ നോക്കിയിട്ട് ശ്രീലക്ഷ്മി പറയുന്നു, ചിലർക്കൊന്നും അത് അടയ്ക്കാനുള്ള വരുമാനം ഇല്ലെന്ന് തോന്നുന്നു, കൂട്ടത്തിൽ ദരിദ്രരും ഉണ്ടല്ലോ. കൊച്ചമ്മണി മനസ്സിൽ പറയാ, ഇവള് പെറ്റതല്ല ചെളിവാരി എറിയാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് അതിനൊക്കെയുള്ള വരുമാനം ഉണ്ട് എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ പ്രിയ ബാഗ് തുറന്നിട്ട് അവിടെ ബാഗിൽ നിന്ന് 500 രൂപ എടുത്ത് ശ്രീലക്ഷ്മിയുടെ കയ്യിലോട്ട് ഇന്നാ എന്നും പറഞ്ഞ് കൊടുക്കുവാണ്. ഈ തന്നതേ എൻ്റെയും എൻ്റെ അമ്മയുടെ 2 ആഴ്ചത്തെ നിക്ഷേപക തുക. രാധമ്മ പറയാം, മോളെ വാശിയും വഴക്കൊന്നും വേണ്ട, അവള് നിന്റെ അനിയത്തിയല്ലേ, അമ്മയത് ഇവക്കും തോന്നണ്ടേ. ശ്രീലക്ഷ്മി പറയുമ്പോൾ വ്യക്തിവൈരാഗ്യമെന്ന് തോന്നരുത്. അയൽക്കൂട്ടത്തിൽ നിന്ന് ലോൺ എടുത്താൽ എല്ലാവരും അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം. ഉടനെ രുക്മിണി പറയാം, എല്ലാവരും കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ടല്ലോ, പിന്നെ ആരാ അടയ്ക്കാത്തത്? അതെ, രാധമ്മ എന്ന മെമ്പറിന് ഒത്തിരി കുടിശ്ശികയുണ്ട്. പ്രിയ വിട്ടുകൊടുക്കത്തില്ല. രാധമ്മയുടെ കുടിശ്ശിക എത്രയാ? 8500 രൂപ. ദാണ്ടെ എന്നാ ഇപ്പം തന്നെ അതങ്ങ് തന്നേക്കാം. അങ്ങനെ 8500 രൂപയും ദാണ്ട പ്രിയ എടുത്ത് ശ്രീലക്ഷ്മിയുടെ കൈ കൊടുത്തിട്ട് പതുക്കെ പറയുന്നു, എന്നെപ്പോലെ നീയും കിടന്നതാ ആ പാപത്തിന്റെ വയറ്. പബ്ലിക്കായിട്ട് കളിയാക്കരുത് കേട്ടോടി. സെക്രട്ടറിയെന്നോ മാങ്ങയെന്നോ ഞാൻ നോക്കില്ല. ഇനി നീ എൻ്റെ അമ്മയെ കളിയാക്കിയാൽ നിന്നെയും തല്ലും, നിന്റെ അമ്മായിയമ്മയും ഞാൻ തല്ലും. ഉടനെ ശ്രീലക്ഷ്മി പ്രിയോട് പറയാം, എന്നാൽ ഞാൻ ഇപ്പം തന്നെ ശരിയാക്കി തരാം. എന്നാൽ മറ്റൊരു കാര്യം, 2 മാസം കൂടുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ടൂറ് പോകാൻ പ്ലാൻ ചെയ്യും. അതിനാഴ്ചയിൽ 1000 രൂപ വെച്ച് പിരിവ് നടത്തണം. ഉടനെ രാധമ്മ പറയാം, അതൊക്കെ അധിക ചെലവാ, ആഴ്ചയിൽ 1000 രൂപ പിരിവ് തരാനൊന്നും എൻ്റെ കയ്യിൽ കാണില്ല. അങ്ങനെയാണെങ്കിൽ അയൽക്കൂട്ടത്തിൽ നിന്നും എന്നെ ഒഴിവാക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, രുക്മിണിയും മരുമോളും ഇതൊക്കെ തന്നെയാണ് പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അവരുടെ പ്ലാൻ നടക്കുമോ അതോ പൊളിക്കുമോ? പ്രിയ, എന്തായിരിക്കും അടുത്തതായി നടക്കാൻ പോകുന്നു? രാജുവും ഋതികയും വേണുവേട്ടനും ഇതിൽ ഇടപെടുമോ? അമ്മായിയമ്മയും മരുമോളെ അടി കൊടുത്ത് ഓടിക്കുമോ? എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത്? നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.